നമ്മുടെ ബാങ്കിലെ സാവുചേട്ടൻ ഇവിടെയാണ്. അപ്പം നമുക്ക് നേരെ മർഫി സാഹിബിൻ്റെ ശങ്കുടീരം മനോഹരൻ്റെ വീടാണ്. റോഡ് വളരെ മോശമാണ്. വളരെ ഇത് പിന്നെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് വീടാണ്. റോഡ് വളരെ മോശമാട്ടോ. ഇത് മൂന്ന് വീട് ഭാഗം. നല്ല മഴയുണ്ട്. സമയം സന്ധ്യയാണ്. താമസിച്ചും പോയി ഇറങ്ങിയത്. ഇത് റോഡാണോ കുഴിയാണോ? അപ്പോൾ നമ്മൾ മൂന്ന് വീടിൻ്റെ അവിടെയാണ്. റോഡ് വളരെ മോശമുണ്ട്. ഇത് റോഡാണോ കുളമാണോ എന്ന് അറിയത്തില്ല. വരുന്നൊരു പിന്നെ ഇരുചക്ര വാഹനങ്ങൾ വരുന്നൊരു സൂക്ഷിച്ച് വന്നാൽ മതി. പക്ഷേ നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഹരിതാപവും എപ്പോഴും പറയാം. കൂട്ടിക്കലിൻ്റെ സൗന്ദര്യം. മർഫി സാഹിബ് മഴയാണല്ലോ സാധിക്കേ. കേട്ടോ റോഡിൻ്റെ അവസ്ഥ കണ്ടോ. അയ്യോ, ഊട്ടിക്കുന്ന പ്ലാപ്പള്ളി വന്ന റൂട്ടിലാണേ. ഓഫ് റോഡ് ചാൻസ് ഉണ്ടല്ലേ സാധിക്ക്? ഓഫ് റോഡ് ചാൻസ് ഉണ്ട്. മഴയായല്ലേ? മഴയായി. പോകാൻ പറ്റുന്ന പോവാം. ബാക്കി നമുക്ക് നോക്കാം. നമ്മൾ മാത്തുമല എത്തിയിട്ടുണ്ട്. മാത്തുമലയിൽ നിന്ന് നമ്മൾ നേരെ ഇതുണ്ടോ ഈ കാണുന്ന വഴി തിരിഞ്ഞു പോകണം. ഇത് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റമാണേ. അപ്പം എൻ്റെ മൊബൈല് ചാർജ് ചെയ്യുന്ന സ്വിച്ച് ഓഫ് ആയിപ്പോയിരുന്നു. അപ്പോൾ അപ്പുറം താഴത്തെ ആ ചേട്ടൻ്റെ വീട്ടിൽ കുത്തിയിട്ടിട്ട 5% പെട്ടെന്ന് കയറി പോകണം. താമസിച്ച് പോയി ഒരുപാട്. നല്ല കയറ്റമാണ്. ഒന്നാമത് ജച്ചിന് പനിയും ചുമയും. അവനാണ് 5 ദിവസമായിട്ട് വീടിന് വെളിയിറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അവനെയും പൊക്കിക്കൊണ്ടാണ് വന്നേ. 5 ദിവസമായിട്ട് വരയ്ക്കാതിരിക്കുമല്ലോ. അപ്പം നാട് കണ്ടേക്കാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷെ എത്ര ഇരുട്ടിപ്പോയി. എന്തായാലും കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണിക്കും. വഴി കിടക്കുന്നുണ്ടോ? അയ്യോ സൂക്ഷിച്ചോണം ജസ്റ്റിനെ. വഴി ഇച്ചിരി മോശമാണ്. അമ്പടാ കൂടിക്കും. ആ വെള്ളച്ചാട്ടം വെമ്പിളിയാ കേട്ടോ. വെമ്പിളി വെള്ളച്ചാട്ടമാണ് കാണുന്നത്. റോഡ് ഇച്ചിരി ശകലം ഒരിച്ചിരി കട്ടർ റോഡുണ്ട് ഇവിടെ. എന്നാലും ബൈക്കൊക്കെ കയറിപ്പോകും കേട്ടോ. നോക്കി പോയാൽ മതി എന്നേ ഉള്ളൂ. കൂശിച്ച് പോകണം കേട്ടോ. ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇരുട്ടാണ്, സന്ധ്യയാണ്. അപ്പം കാണുന്ന ആൾക്കാർ ആ വീഡിയോ ആ രീതിയിലേ കാണാവുള്ളൂ കേട്ടോ. സ്ഥലത്ത് നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനാ നമ്മൾ വന്നപ്പോൾ ഇത്രയും താമസിച്ച് പോയി. അറിയാമല്ലോ, ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാണ്. പിന്നെ ഇതാ ഇവിടുന്ന് കാണാം, നിങ്ങൾ കാണിച്ചു തരാം. അല്ലേ? 1957 ഇപ്പം എത്രയാ? 2024 64 വർഷമായിട്ട് നമ്മുടെ മണ്ണിൽ, നമ്മുടെ കൂട്ടിക്കലിൻ്റെ മണ്ണിൽ സുന്ദരമായിട്ട് ശാന്തമായിട്ട് ഇവിടെ തന്നെ വേണം അല്ലേ, ഇവിടെ തന്നെ അടങ്ങണമെന്ന് പറഞ്ഞ ഒരാളാണ്. 67 വർഷമായി അല്ലേ? 67 വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞ് അയർലൻഡുകാരൻ കൂട്ടിക്കലി വന്ന് കിടക്കുമ്പോൾ കൂട്ടിക്കൽ എന്താണെന്ന് ആലോചിക്കണം. വാണിജ്യാടിസ്ഥാനത്തിൽ പുള്ളിയാണ് റബ്ബർ തുടങ്ങിയത്. അതെ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള റബ്ബർ ബോർഡ് ഏറ്റെടുത്ത് കഴിഞ്ഞ് വെച്ചേക്കുന്ന ബോർഡൊക്കെയാണ് അകത്തുള്ളത് അല്ലേ? അവിടെ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ
സുഖസുന്ദരമായിട്ട് മർഫി സാഹിബ് അയർലൻഡുകാരനായിരുന്നു. കൂട്ടിക്കലിൻ്റെ മണ്ണിൽ 85 വയസ്സിലാണ് മരിച്ചത്. തിരുവനന്തപുരം നാഗർകോവിലിൽ മരിച്ചു. പക്ഷേ ഇവിടെ തന്നെ തൊഴിലാളികളുടെ കൂടെ നടക്കണം, ഈ നാട് മൊത്തം കാണണം. തിരുവനന്തപുരം നാഗർകോവിൽ മരിച്ചു. ഇവിടെ തന്നെ ഈ നാട്ടിൽ അല്ലേ തൊഴിലാളികളുടെ കൂടെ അന്തി ഉറങ്ങണമെന്ന ആഗ്രഹം കൊണ്ട് എളങ്കാട് മല വരെ കാണണം എന്നുള്ളതാണ്. ഈ മലയുടെ ഏറ്റവും കുന്നുവെള്ള ഭാഗം കണ്ടുപിടിച്ചിട്ട് പുള്ളി തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത ഈ ഏരിയ വന്നത് താമസിച്ച്. പുള്ളിയുടെ ചേട്ടൻ്റെ മുഖം കൂടെ ഇപ്പം പിലാപ്പള്ളി മർഫി സാഹിബിനടുത്തുള്ളൊരു കടയാണ്. ചേട്ടായി നമസ്കാരം. നമസ്കാരം. കടയിൽ വന്നൊരാളാട്ടോ. എന്നാ സാഹിബിന്റെ ശൗര്യം കാണാൻ വേണ്ടി വന്നതായിരിക്കും. എന്നാ പറയാനുണ്ടോ? എന്തെങ്കിലും എന്നാ പറയാ, ഇങ്ങനെ സാഹിബ് ഇതുപോലെ പഴയ കാലത്ത് വന്നു ഇതുപോലെ ഇവിടെ വനമായിരുന്നു. പിന്നെ വനത്തിനകത്ത് സ്വർണ്ണ നാണയം വാരി വെതറിയെന്നാ പറയുന്നത്. റബ്ബറല്ല, സ്വർണ്ണ നാണയം. വനത്തിനകത്ത് സ്വർണ്ണ നാണയം കാടായിരുന്നു, വനം പിടിച്ച പ്രദേശമായിരുന്നു. പുള്ളി ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വനമായിട്ട് കിടക്കുക. ആ സ്ഥലത്തിനകത്ത് പുള്ളി സ്വർണ്ണ നാണയം വലിച്ചെറിഞ്ഞ് അങ്ങനെ തമിഴ്ക്കാരെ കൊണ്ടുവന്ന് തമിഴ്ക്കാർ സ്വർണ്ണ നാണയം പെറുക്കാനായിട്ട് വേണ്ടിയിട്ട് ഇത് മുഴുവൻ വെട്ടിത്തെളിച്ച് അങ്ങനെയാണ് മർഫി സാഹിബ് ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ കുതിരപ്പുറത്ത് പുള്ളിയുടെ തോട്ടം മുഴുവൻ സവാരി ചെയ്ത് വരുന്ന സമയത്താണ് ഇതുപോലെ മാത്തുമല ഇതുപോലെ ശവക്കോട്ടയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം, പുള്ളിയെ അടക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അതാണ് പുള്ളി ലത്തീംകാരനായതുകൊണ്ടാണ് ലത്തീം പള്ളിക്ക് വേണ്ടിയിട്ട് ഇവിടെ ശവക്കോട്ട് കൊടുത്തിട്ട് പുള്ളി അവിടെ അടക്കിയാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നത്. ചേട്ടായി മർഫി സാഹിബിനെ കുറിച്ച് ഓർമ്മയുള്ള ഒരു കാര്യം പറയാമോ? മർഫി സാഹിബിനെ അടക്കുന്ന സമയത്ത് അന്ന് അവരുടെ കൂടെ കരിങ്കൊടി പിടിച്ചുകൊണ്ട് വന്ന ഒരാൾ ഇന്ന് എന്തായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ആണല്ലേ? അതാരാ? അത് സെൽവാണ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഭാര്യ. അന്ന് പറയാമോ? ആ കഥയെന്ന് പറയൂ. എൻ്റെ കഥയെന്ന് പറഞ്ഞാൽ അന്ന് മരിച്ച് അടക്കാനായിട്ട് മാത്തുപോലെ കൊണ്ടുവരുമ്പോൾ ഇവിടെ പിന്നെ ആൾക്കാരുടെ കൂടെ കരിങ്കൊടിയായിട്ട് പിടിച്ചുകൊണ്ട് അന്ന് ചെറിയ കുട്ടിയായിരുന്നു, കുഞ്ഞു കുട്ടിയായിരുന്നു. അവരിന്ന് ആ ഓർമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.